പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ശത്രുക്കൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലാണ് ഇപ്പോൾ ഉള്ളത്. അത് അദ്ദേഹത്തിൻ്റെ ഓഫീസിലുണ്ട്, ഒരുപക്ഷെ ദേശാഭിമാനിയിലുണ്ട്, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കകത്തുണ്ട്. അല്ലെങ്കിൽ ഇത്രയും വിവാദമായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ മലപ്പുറം പരാമർശം മുഖ്യമന്ത്രി വേറെ തരത്തിൽ പറഞ്ഞതാണ്. അത് അദ്ദേഹത്തിന് പോലും തള്ളി പറയേണ്ടി വന്നു. ഒരു പ്രദേശത്തെയും ഞാൻ എതിരായി കാണുന്നില്ല, അത് ആ പ്രദേശത്തുള്ളവരൊക്കെ പ്രശ്നക്കാരാണെന്ന അഭിപ്രായം എനിക്കില്ല എന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വന്നൊരു വിഷയത്തിൽ അതങ്ങ് സൈഡ് ലൈൻ ആയാൽ പോരാ, ഇത് കുറേ കൂടി കത്തണം എന്ന് വിചാരിക്കാൻ അത് ജലീലിൻ്റെ ബുദ്ധിയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജലീലിനെ കൊണ്ട് അത് പറയിപ്പിക്കുന്നതാണ്. ഒന്ന് ആലോചിക്കുക, എന്തെങ്കിലും തരത്തിലുള്ള യുക്തി അതിലില്ലല്ലോ, ഒരു തരത്തിലുള്ള യുക്തിയില്ല. ഇനി ഇതിൻ്റെ ഫാക്റ്റ് തന്നെ നോക്കുക. കഴിഞ്ഞ വർഷം ഞാൻ എൻ്റെ നാട്ടിൽ പോയപ്പോൾ, എൻ്റെ നാട് എറണാകുളം ജില്ലയിലാണ്. അപ്പോൾ എനിക്ക് പരിചയമുള്ളൊരു ജ്വല്ലറിക്കാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് വെറുതെ ഒരു കുശലാന്വേഷണം നടത്തിയപ്പോൾ മകനെ കാണുന്നില്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ ജയിലിലാണ് എന്ന് പറയാം. എന്താ പ്രശ്നം? വല്ലാർപ്പാട് എയർപോർട്ടിൽ ഒരു കണ്ടെയ്നറിൽ കുറച്ച് സ്വർണം കൊണ്ടുവന്നു, അത് പിടിച്ചു, ജയിലിലാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തോടെ ആരാണ് ഉപദേശിക്കുക? അദ്ദേഹം ഏതായാലും എന്തല്ല, പാണക്കാട് ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്ന ആളല്ല. ഇപ്പോൾ പിണറായി വിജയൻ പറഞ്ഞാലും കേൾക്കുന്ന ആളല്ല, നന്നാൻ പറഞ്ഞാൽ കേൾക്കുന്ന ഒരാളല്ല.